1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ഈ നേരത്തെ കേരളത്തിലെ റെസ്റ്റ് ഹൗസുകളുടെ ഒരു അവസ്ഥ, ഇപ്പം നമ്മളൊക്കെ ഈ മാധ്യമപ്രവർത്തകൻ അക്രഡിറ്റേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് റെസ്റ്റ് ഹൗസുകളിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. സാധാരണ റൂം കിട്ടില്ല. കിട്ടിയാൽ തന്നെ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നാത്ത വിധത്തിലായിരുന്നു ഒരു 15 വർഷം മുമ്പൊക്കെയുള്ള പല റെസ്റ്റ് ഹൗസുകളും. ഇത് മാറ്റാനുള്ള തീരുമാനം റിയാസ് എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് അങ്ങയ്ക്ക് ബോധ്യപ്പെട്ടിട്ടാണോ ഈ റെസ്റ്റ് ഹൗസുകൾ ആകെ നവീകരിക്കുക, അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക, ഓൺലൈൻ ബുക്കിംഗ് ആക്കുക എന്നുള്ളത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് സമയത്ത് പലരും കേൾക്കാനാണ് തയ്യാറായത്. അപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യം ഒരു പ്രശ്നമാണ്. 153 റെസ്റ്റ് ഹൗസ് ഉണ്ട്. വലിയ നമ്പർ, 1000-ന്റെ മുകളിൽ 1500-ന് അടുത്ത് റൂം. അതെ, അല്ല നശിച്ചു കിടക്കുന്നത് മാത്രമല്ല, ഇത് എങ്ങനെ ബുക്ക് ചെയ്യുന്ന ജനത്തിന് അറിയില്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് എന്നുള്ള കാഴ്ചപ്പാട് ആദ്യം ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കുറച്ച് ഷാർപ്പ് നിലപാട് സ്വീകരിച്ചു. അത് നടപ്പിലാക്കുന്നതിന് റെസ്റ്റ് ഹൗസുകളിൽ കൃത്യമായ പരിശോധനകൾ അതൊക്കെ നടത്തി. ആ മിന്നൽ പരിശോധനകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്, അവധി ദിവസങ്ങളിൽ മന്ത്രി നേരിട്ട് പരിശോധനയ്ക്ക് പോകുന്നു, അവിടെയുള്ള ചില കൊള്ളരുതായ്മകൾ നേരിട്ട് മനസ്സിലാക്കുന്നു, നടപടിയെടുക്കുന്നു. ആ തിരുത്തൽ പ്രക്രിയ എങ്ങനെയുണ്ടായി? അല്ല, ആ തിരുത്തൽ പ്രക്രിയ നല്ലതാണ്, ഗുണം ചെയ്തു. അത് തുടക്കത്തിൽ തിരുത്തൽ പ്രക്രിയ എന്നതിന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ അത് ചെയ്യണം. ചിലർ ചോദിക്കും ഇപ്പം എന്താ ചെയ്യാത്തതെന്ന്. ഇപ്പം ചെയ്യില്ല. തുടക്കം അത് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു പരാതിയും റെസ്റ്റ് ഹൗസിനെ കുറിച്ച് 5 കൊല്ലം വന്നിട്ടില്ല. അത് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റണമെങ്കിൽ ചില കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അവിടെ മറ്റ് കേന്ദ്രങ്ങളായി മാറാതെ ഇതിന് പറ്റിയ ഒരു കേന്ദ്രമാക്കി മാറ്റണം. അപ്പം അത് ആ ഇടപെടൽ എല്ലാവരും ടീമായിട്ട് കേട്ടോ, ഒരു ടീമായി ഞങ്ങളുടെ ഒരു അവിടെ പോയുള്ള ഒരു ഇടപെടൽ ഗുണം ചെയ്തു. അഴിമതി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് മന്ത്രിമാർക്കെതിരെയൊക്കെ നിരവധി കേസുകൾ പണ്ട് നമ്മൾ കേട്ടുകേൾവിയുള്ളതാണ്. അതിൽ നിന്നും മാറി ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത രീതിയിലേക്ക്, ഉദ്യോഗസ്ഥർക്കെതിരെ പോലും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് ഈ വകുപ്പിനെ മാറ്റാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്. അല്ല, അതിൽ നമ്മളിപ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഒരു റോഡ് നിർമ്മാണം, സർക്കാർ അനുവദിച്ച തുക കരാറുകാർ പൂർണ്ണമായും ചെലവഴിച്ചാൽ റോഡ് പെർഫെക്റ്റ് ആയിരിക്കും. പലപ്പോഴും പൂർണ്ണമായി ചെലവഴിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പ്രശ്നങ്ങൾ ചില റോഡുകളിൽ വരുന്നത്. അപ്പോൾ പുതിയൊരു റോഡ് വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്, DLP, പരിപാലന കാലാവധി. ഈ പരിപാലന കാലാവധിയിൽ BMMIC റോഡാണ്. ഒരു 3 കൊല്ലത്തേക്ക് എന്തെങ്കിലും ചെറിയ കുഴപ്പം വന്നാൽ അതിൻ്റെ ഡിഫക്റ്റിൻ്റെ ഉത്തരവാദി കരാറുകാരനാണ്. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡിപ്പോസിറ്റ് ചെയ്യണം, ഒരു തുക. ആ തുക തിരിച്ചു കിട്ടുക യഥാർത്ഥത്തിൽ ഈ പരിപാലന കാലാവധിയും കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടില്ല. അത് കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് വകുപ്പിന് അത് കൈകാര്യം ചെയ്യാം. എന്നാൽ ഇത് സ്ട്രിക്റ്റായി നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി സുതാര്യത ഉറപ്പുവരുത്തുക, ജനങ്ങളെ അറിയിക്കുക. ജനങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാനിത് മന്ത്രിയായിട്ട് അറിഞ്ഞത്. ജനങ്ങളിൽ ഈ സുതാര്യത ഉറപ്പുവരുത്താൻ ബോർഡ് വെക്കുക. ഈ ചില വിദേശ രാജ്യങ്ങളിൽ ഇതുണ്ട്. അപ്പൊ 2 അറ്റത്ത് പച്ച ബോർഡ് വന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഈ റോഡിന്റെ പരിപാലന കാലാവധി ഇന്ന ദിവസം വരെ, ഇന്ന വർഷത്തിൽ ഇന്ന ദിവസം വരെയാണ്. ഇതിന്റെ കരാറുകാരന്റെ പേരും ഫോൺ നമ്പറും ഇന്നതാണ്. ഇതിന്റെ ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ ഇന്നതാണ്. ടോൾ ഫ്രീ നമ്പർ ഇന്നതാണ്. ഈ റോഡിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് വിളിക്കുക, ജനങ്ങളുടെ അവകാശമാണ്. ഈ റോഡിൽ ഇങ്ങനെ കുഴപ്പം വരാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡാണ് 2 അറ്റത്തും വെച്ച്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തിൻ്റെ വേങ്ങര മണ്ഡലത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ എല്ലാ മന്ത്രിമാരും ഭരണകക്ഷി പ്രതിപക്ഷ MLA മാരും അതിനോട് സഹകരിച്ചു. അതിനുശേഷം നിങ്ങൾ എടുത്തോ, പുതിയൊരു റോഡ് PWD റോഡിന് കുഴപ്പം വന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നില്ല. പരിപാലന കാലാവധി ഇപ്പോൾ നാളെ കഴിയും എന്ന് പറഞ്ഞാൽ അതിന് മുൻപേ ഒരു ദിവസം തന്നെ ഒരു പുതിയ കോൺട്രാക്ട് സംവിധാനം 1 കൊല്ലത്തേക്ക്, അതാണ് റണ്ണിങ് കോൺട്രാക്ട്. ഇന്ന് മുതൽ അടുത്തൊരു കൊല്ലത്തേക്ക് വരെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ടെൻഡർ എടുത്ത കരാറുകാരൻ, റണ്ണിങ് കോൺട്രാക്ട്. ഇങ്ങനെ 30,000 കിലോമീറ്റർ വരുന്ന റോഡിൽ ഒരു 23,000 കിലോമീറ്റർ DLP റോഡും റണ്ണിങ് കോൺട്രാക്ട് റോഡുമായി. ഇത് ഈ റോഡുകൾ പെർഫെക്റ്റ് ആണ്. പിന്നെ ഞങ്ങൾ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു, മാധ്യമങ്ങളോട് ഉൾപ്പെടെ, ഈ 23,000 കിലോമീറ്റർ റോഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ വാർത്തയാക്കണം, വിമർശിക്കണം. നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യണം, ആക്രമിച്ചോളൂ, വിമർശിച്ചോളൂ. അപ്പൊ അത് മന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, ഗവൺമെന്റ്. അപ്പൊ തുറന്നത് പറഞ്ഞോടുകൂടി എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
ഈ റോഡിലൂടെ ഒരു കുഴപ്പമില്ലാതെ പോകേണ്ട ആവശ്യകത വന്നു. ഈ കിഫ്ബി എന്ന ആശയം രൂപപ്പെട്ടു, അത് ഇത്രയും വിജയിക്കുമെന്ന് യഥാർത്ഥത്തിൽ റിയാസ് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, കിഫ്ബിയെ ഞാൻ 2016-21 ഗവൺമെന്റിന്റെ കാലത്ത് ഒരു യുവജന സംഘടനയുടെ പ്രവർത്തകനായി നിൽക്കുമ്പോൾ വളരെ ഒബ്സർവ് ചെയ്ത ഒരാളാണ്. കിഫ്ബി യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ മാറ്റം വരുത്തി. സത്യം, വലിയ മാറ്റമാണ്. അത് നമ്മൾ കാണാതിരുന്നൂടാ. അത് LDF ഗവൺമെന്റിന്റെ വലിയ ഒരു നീക്കമാണ്. ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 100 പാലാണ് പ്ലാൻ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിച്ച് സെഞ്ചുറി അടിക്കാൻ. 150 കടന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമ്പൂരി പാലം 11 ഉന്നതികളിലെ സാധാരണ മനുഷ്യന്മാർക്ക് ലോകത്തേക്ക് വരാൻ അമ്പൂരി പാലം സഹായിച്ചു. കേരളത്തിന് അതിർത്തിയായ പാറശാല മണ്ഡലത്തിലാണ് ആ അമ്പൂരി പാലം. തുടങ്ങി 150-ലധികം പാലം, 170 അടുത്ത് പാലം 100 ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നിർമ്മിച്ചതും ഡിസൈൻ ചെയ്തതും നിർമ്മിക്കാൻ പോകുന്നതും നിർമ്മാണം നടക്കുന്നതുമായ പാലങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ റെക്കോർഡാണ്. ഈ യഥാർത്ഥത്തിൽ ടൂറിസവും പൊതുമരാമത്തും ഒരേ മന്ത്രിയുടെ കയ്യിൽ വന്നുകൊണ്ട് ഈ 2 മന്ത്രിമാരുടെ ചർച്ച പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കും. ടൂറിസവും പൊതുമരാമത്തും മാത്രമല്ല, ടൂറിസവും പല വകുപ്പായിട്ടും ബന്ധങ്ങളുണ്ട്. അത് ശരിക്കൊരു കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്നതാണ്. എല്ലാ വകുപ്പിലും ടൂറിസം ഉണ്ട്. ഇപ്പൊ വ്യവസായ ടൂറിസം ഉണ്ട്. ടൂറിസത്തെ ഒരു വ്യവസായമാക്കാൻ പരമ്പരാഗത വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്പോർട്സിൽ ടൂറിസം ഉണ്ട്, ഫിഷറീസിൽ ടൂറിസം ഉണ്ട്, പിലിഗ്രിം ടൂറിസം ഉണ്ട്. അപ്പൊ എല്ലാ വകുപ്പിലും ടൂറിസം ഉണ്ട്. ടൂറിസം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ശരിക്കും എല്ലാ വകുപ്പിന്റെയും കോമ്പിനേഷൻ വേണ്ട ഒരു മേഖലയാണ് ടൂറിസം. കിരീടം പാലം എങ്ങനെയാ? അത് സിനിമാ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലാലേട്ടനോട് അത് ഞാൻ ബഹുമാനപ്പെട്ട മഹാനടൻ മോഹൻലാലുമായിട്ട് അന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കിരീടം പാലം ആ സിനിമയിലെ പല ഘട്ടങ്ങളിലും കാണിക്കുന്നതാണ്. അപ്പം അതിനെ ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് വരാനും അതൊക്കെ കാണാനും പഴയ സിനിമയുടെ മ്യൂസിക്കും പോസ്റ്ററും പിന്നെ അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു അപ്പൊ ഇങ്ങനത്തെ കുറെ ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മണിരത്നമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ ബേക്കലിലെ മുംബൈ സിനിമയിലെ ഉയരെ പാട്ട്. അപ്പോ ബോംബെ അപ്പൊ അദ്ദേഹം വരാന്ന് പറഞ്ഞു. അങ്ങനെ 4 കൊല്ലത്തെ ഫോളോ അപ്പ് ആണ്. മനീഷ കൊയ്രാല മുതൽ എല്ലാവരും എത്തി. വലിയൊരു ഗെറ്റ് ടുഗദർ. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സിനിമാ താരങ്ങൾ വിളിച്ചിട്ട് ഇന്ന സ്ഥലം എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭാവിയിൽ നമുക്ക് അതൊക്കെ ലിസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.